ആമേൻ. താങ്കളെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് ചേർന്ന് ദൈവസന്നിധിയിലിരിക്കാം. അടുത്തതായി കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദത്ത വചനങ്ങളെ വായിച്ചു കേൾക്കാം. വാഗ്ദത്ത വചനം വായിക്കാനായി സാലി ആന്റിയെ യേശുനാമത്തെ ക്ഷണിക്കാം. വീണ്ടും ഒരു പ്രഭാതം കൂടെ കർത്താവ് നമുക്ക് തന്നു. ഈ വർഷം കർത്താവിന്റെ നമ്മുടെ ഇടയിലൂടെ കർത്താവ് തന്ന വാഗ്ദത്ത വചനങ്ങളെ നമുക്ക് വിശ്വാസത്തോടെ ഏറ്റെടുക്കാം. ആമേൻ. ഈ കർത്താവ് എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ കർത്താവ് എന്നെ കെടുത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിന്മേൽ എന്നെ നടത്തുന്നു. എന്റെ പ്രാണനെ യേശു തണുപ്പിക്കുന്നു. തിരുനാമനിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു. കൂരിരുൾ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. യേശു എന്നോട് കൂടെ ഇരിക്കുന്നല്ലോ. കർത്താവിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. എന്റെ ശത്രുക്കൾ കാണെ നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എന്റെ പാനപാത്രവും നിറഞ്ഞ് കവിയുന്നു. നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെ എന്നെ പിന്തുടരും. ഞാൻ കർത്താവിന്റെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ആമേൻ. ആമേൻ. സലേന്റി കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇനിയുണ്ട്, കഴിഞ്ഞില്ല. ആകാശത്ത് നിന്ന് മഴയും ഹിമവും ആകാശത്ത് നിന്ന് പെയ്യുകയും അവിടേക്ക് മടങ്ങാതെ വിതപ്പാൻ വിത്തും തിന്മാൻ ആഹാരവും നൽകത്തക്കവണ്ണം ഭൂമിയെ നനയിച്ച് ഫലവത്താക്കി വിളയിക്കുന്നത് പോലെ ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന തന്റെ വചനവുമായിരിക്കും. അത് വെറുതെ എന്റെ അടുക്കിലേക്ക് മടങ്ങി വരാതെ എനിക്ക് ഇഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. യെശയ്യാവ് 55:10-11 വാക്യങ്ങൾ. യെശയ്യാവ് 54:5. നിന്റെ സൃഷ്ടാവാകുന്നു, എന്റെ സൃഷ്ടാവാകുന്നു എന്റെ ഭർത്താവ്, സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നു അവന്റെ നാമം. ഇസ്രായേലിന്റെ പരിശുദ്ധനാകുന്നു എന്റെ വീണ്ടെടുപ്പുകാരൻ, സർവഭൂമിയുടെയും ദൈവം എന്ന് അവൻ വിളിക്കപ്പെടുന്നു. ആമേൻ. എനിക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കില്ല. യെശയ്യാവ് 54:17. യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാകുന്നു. സങ്കീർത്തനങ്ങൾ 27:1. ആമേൻ. ഈ വചനങ്ങളാൽ കർത്താവ് എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഈ വാഗ്ദത്ത വചനങ്ങളിൽ കിടന്ന് ഇത് പ്രാപിക്കോളം ആമേൻ അവന്റെ സന്നിധിയിലായിരിക്കും. ആമേൻ. ആമേൻ. താങ്ക് യു സലേന്റി. കർത്താവ് സമൃദ്ധി അനുഗ്രഹിക്കട്ടെ. നമുക്ക് കർത്താവിനെ പാടി ആരാധിക്കാനുള്ള സമയമാണ്. ഈ സമയം നമുക്ക് കർത്താവിന് കൂടെ ആയിരിക്കാം. സോ വർഷിപ്പ് ചെയ്യാനായിട്ട് ആര്യമോൾ ക്ഷണിക്കാണ്. ഓവർ ടു ആര്യമോൾ. ആമേൻ. ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും നമ്മുടെ കർത്താവിനെ ആരാധിക്കാം. ദിനവും യേശുവിന്റെ കൂടെ, ദിനവും യേശുവിന്റെ ചാരേ, ദിനവും യേശുവിന്റെ കൂടെ, ദിനവും യേശുവിന്റെ ചാരേ, പിരിയാൻ കഴിയില്ലെനിക്ക് പ്രിയനേ എന്നീശുനാഥ, പിരിയാൻ കഴിയില്ലെനിക്ക് പ്രിയനേ എന്നീശുനാഥ. സ്നേഹിക്കുന്നേ 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 യേശുവേ, സ്നേഹിക്കുന്നേ 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 യേശുവേ. വേറൊന്നിനാലും ഞാൻ തൃപ്തനാകില്ല, എന്റെ ദാഹം നിന്നിൽ തന്നെയാ. ജീവൻ നൽകിയിടും
ജീവന്റെ അപ്പം നീ, ദാഹം തീർക്കും ജീവനദിയേ. സ്നേഹിക്കുന്നേ 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 യേശുവേ. സ്നേഹിക്കുന്നേ 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 യേശുവേ. ദിനവും യേശുവിന്റെ കൂടെ, ദിനവും യേശുവിന്റെ ചാരേ, ദിനവും യേശുവിന്റെ കൂടെ, ദിനവും യേശുവിന്റെ ചാരേ. പിരിയാൻ കഴിയില്ലെനിക്ക് പ്രിയനേ നിന്നേശുനാഥ. പിരിയാൻ കഴിയില്ലെനിക്ക് പ്രിയനേ നിന്നേശുനാഥ. സ്നേഹിക്കുന്നേ 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 യേശുവേ. സ്നേഹിക്കുന്നേ 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 യേശുവേ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. യേശുയാ എന്റെ ഇടയനാകുന്നു, യേശുയാ എന്റെ ഇടയനാകുന്നു. നമുക്ക് മുട്ടുണ്ടാകയില്ല, എനിക്ക് മുട്ടുണ്ടാകയില്ല. യേശുയാ എന്റെ ഇടയനാകുന്നു, യേശുയാ എന്റെ ഇടയനാകുന്നു. എനിക്ക് മുട്ടുണ്ടാകയില്ല, നമുക്ക് മുട്ടുണ്ടാകയില്ല. നന്മയും കരുണയും എന്റെ ആയുസ്സിൽ അന്ത്യത്തോളം എന്നെ പിന്തുടർന്നിടുമേ. നന്മയും കരുണയും എന്റെ ആയുസ്സിൽ അന്ത്യത്തോളം എന്നെ പിന്തുടർന്നിടുമേ. നമുക്ക് മുട്ടുണ്ടാകയില്ല, നമുക്ക് മുട്ടുണ്ടാകയില്ല, എനിക്ക് മുട്ടുണ്ടാകയില്ല, എനിക്ക് മുട്ടുണ്ടാകയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ മെച്ചമാം മേച്ചിലും സ്വച്ഛമാം വെള്ളവും നിത്യമായേകുമേ. പച്ചയായ പുൽപ്പുറങ്ങളിൽ സ്വച്ഛമാം മേച്ചിലും സ്വച്ഛമാം വെള്ളവും നിത്യമായേകുമേ. എനിക്ക് മുട്ടുണ്ടാകയില്ല, നമുക്ക് മുട്ടുണ്ടാകയില്ല, എനിക്ക് മുട്ടുണ്ടാകയില്ല, നമുക്ക് മുട്ടുണ്ടാകയില്ല. മഹത്വം പൂത്തുലഞ്ഞു, മഹിമയും പൂത്തുലഞ്ഞു, ദൈവ സാന്നിധ്യം എന്നുള്ളിൽ ഇറങ്ങിയപ്പോൾ. മഹത്വം പൂത്തുലഞ്ഞു, മഹിമയും പൂത്തുലഞ്ഞു, ദൈവ സാന്നിധ്യം എന്നുള്ളിൽ ഇറങ്ങിയപ്പോൾ. അഗ്നി കൊണ്ട് എന്റെ ഉള്ളം ജ്വലിച്ചിടുന്നു, ദൈവ സാന്നിധ്യത്താൽ ഭാരങ്ങൾ മാറിയിടുന്നു. അഗ്നി കൊണ്ട് എന്റെ ഉള്ളം ജ്വലിച്ചിടുന്നു, ദൈവ സാന്നിധ്യത്താൽ ഭാരങ്ങൾ മാറിയിടുന്നു. മരുഭൂമിയെയും വസന്തമാക്കി, യേശു ചെങ്കടലിനെയും പിളർന്നു മാറ്റി. മരുഭൂമിയെയും വസന്തമാക്കി, യേശു ചെങ്കടലിനെയും പിളർന്നു മാറ്റി. മഹത്വം പൂത്തുലഞ്ഞു, മഹിമയും പൂത്തുലഞ്ഞു, ദൈവ സാന്നിധ്യം എന്നുള്ളിൽ ഇറങ്ങിയപ്പോൾ. മഹത്വം പൂത്തുലഞ്ഞു, മഹിമയും പൂത്തുലഞ്ഞു, ദൈവ സാന്നിധ്യം എന്നുള്ളിൽ ഇറങ്ങിയപ്പോൾ. അഗ്നി കൊണ്ട് എന്റെ ഉള്ളം ജ്വലിച്ചിടുന്നു, ദൈവ സാന്നിധ്യത്താൽ ഭാരങ്ങൾ മാറിയിരുന്നു. അഗ്നി കൊണ്ട് എന്റെ ഉള്ളം ജ്വലിച്ചിടുന്നു, ദൈവ സാന്നിധ്യത്താൽ ഭാരങ്ങൾ മാറിയിരുന്നു. മഹത്വത്തിൻ കൂട്ടു അതിനത്ഭുതത്തിൻ പൂക്കൾ പൂത്തുലഞ്ഞു. മഹത്വത്തിൻ കൂടെ കീഴെ ഞാനിരുന്നു, അതിനത്ഭുതത്തിൻ പൂക്കൾ പൂത്തുലഞ്ഞു. മഹത്വം പൂത്തുലഞ്ഞു, മഹിമയും പൂത്തുലഞ്ഞു, ദൈവ സാന്നിധ്യം എന്നുള്ളിൽ ഇറങ്ങിയപ്പോൾ. മഹത്വം പൂത്തുലഞ്ഞു, മഹിമയും പൂത്തുലഞ്ഞു, ദൈവ സാന്നിധ്യം എന്നുള്ളിൽ ഇറങ്ങിയപ്പോൾ. അഗ്നി കൊണ്ട് എന്റെ ഉള്ളം ജ്വലിച്ചിടുന്നു, ദൈവ സാന്നിധ്യത്താൽ ഭാരങ്ങൾ മാറിയിടുന്നു. അഗ്നി കൊണ്ട് എന്റെ ഉള്ളം ജ്വലിച്ചിടുന്നു,
ജ്വലിച്ചിടുന്നു ദൈവ സാന്നിധ്യത്താൽ ഭാരങ്ങൾ മാറിയിടുന്നു മഹത്വത്തിൻ കുടക്കീഴിൽ ഞാനിരുന്നു അതിൽ അത്ഭുതത്തിൻ പൂക്കൾ പൂത്തുലഞ്ഞു മഹത്വത്തിൻ ഞാനിരുന്നു അതിൽ അത്ഭുതത്തിൻ പൂക്കൾ പൂത്തുലഞ്ഞു മഹത്വം പൂത്തുലഞ്ഞു മഹിമയും പൂത്തുലഞ്ഞു ദൈവ സാന്നിധ്യം എന്നുള്ളിൽ ഇറങ്ങിയപ്പോൾ മഹത്വം പൂത്തുലഞ്ഞു മഹിമയും പൂത്തുലഞ്ഞു ദൈവ സാന്നിധ്യം എന്നുള്ളിൽ ഇറങ്ങിയപ്പോൾ അഗ്നി കൊണ്ട് എന്റെ ഉള്ളം ജ്വലിച്ചിടുന്നു ദൈവ സാന്നിധ്യത്താൽ ഭാരങ്ങൾ മാറിയിടുന്നു അഗ്നി കൊണ്ട് എന്റെ ഉള്ളം ജ്വലിച്ചിടുന്നു ദൈവ സാന്നിധ്യത്താൽ ഭാരങ്ങൾ വിടുതൽ പൂത്തുലഞ്ഞു ദൈവസഭയ്ക്കായി വീര്യപ്രവർത്തികൾ പൂത്തുലഞ്ഞു ദൈവമക്കൾക്കായി വിടുതൽ പൂത്തുലഞ്ഞു ദൈവസഭയ്ക്കായി വീര്യപ്രവർത്തികൾ പൂത്തുലഞ്ഞു ദൈവമക്കൾക്കായി മഹത്വം പൂത്തുലഞ്ഞു മഹിമയും പൂത്തുലഞ്ഞു ദൈവ സാന്നിധ്യം എന്നുള്ളിൽ ഇറങ്ങിയപ്പോൾ മഹത്വം പൂത്തുലഞ്ഞു മഹിമയും പൂത്തുലഞ്ഞു ദൈവ സാന്നിധ്യം എന്നുള്ളിൽ ഇറങ്ങിയപ്പോൾ അഗ്നി കൊണ്ട് എന്റെ ഉള്ളം ജ്വലിച്ചിടുന്നു ദൈവ സാന്നിധ്യത്താൽ ഭാരങ്ങൾ മാറിയിടുന്നു അഗ്നി കൊണ്ട് എന്റെ ഉള്ളം ജ്വലിച്ചിടുന്നു ദൈവ സാന്നിധ്യത്താൽ ഭാരങ്ങൾ മാറിയിടുന്നു അഗ്നി കൊണ്ട് എന്റെ ജ്വലിച്ചിടുന്നു ദൈവ സാന്നിധ്യത്താൽ ഭാരങ്ങൾ മാറിയിടുന്നു മഹത്വത്തിൻ കുടക്കീഴിൽ ഞാനിരുന്നു അതിൽ അത്ഭുതത്തിൻ പൂക്കൾ പൂത്തുലഞ്ഞു മഹത്വത്തിൻ ഞാനിരുന്നു അതിൽ അത്ഭുതത്തിൻ പൂക്കൾ പൂത്തുലഞ്ഞു മഹത്വം പൂത്തുലഞ്ഞു മഹിമയും പൂത്തുലഞ്ഞു ദൈവ സാന്നിധ്യം എന്നുള്ളിൽ ഇറങ്ങിയപ്പോൾ മഹത്വം പൂത്തുലഞ്ഞു മഹിമയും പൂത്തുലഞ്ഞു ദൈവ സാന്നിധ്യം എന്നുള്ളിൽ ഇറങ്ങിയപ്പോൾ അഗ്നി കൊണ്ട് എന്റെ ഉള്ളം ജ്വലിച്ചിടുന്നു ദൈവ സാന്നിധ്യത്താൽ ഭാരങ്ങൾ മാറിയിടുന്നു അഗ്നി കൊണ്ട് എന്റെ ഉള്ളം ജ്വലിച്ചിടുന്നു ദൈവ സാന്നിധ്യത്താൽ ഭാരങ്ങൾ മാറിയിടുന്നു അവൻ അഗ്നി കൊണ്ട് എന്റെ ഉള്ളം ജ്വലിച്ചിടുന്നു ദൈവ സാന്നിധ്യത്താൽ ഭാരങ്ങൾ മാറിയിടുന്നു അഗ്നി കൊണ്ട് എന്റെ ഉള്ളം ജ്വലിച്ചിടുന്നു ദൈവ സാന്നിധ്യത്താൽ ഭാരങ്ങൾ മാറിയിടുന്നു താങ്ക് യു ആര്യമോളെ. സ്വന്തം കർത്താവ് സമൃദ്ധമായ ഈശ്വര്യ അനുഗ്രഹിക്കട്ടെ. ശുശ്രൂഷ എല്ലാവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വേഗം വരും നമ്മുടെ കർത്താവായ ഈശ്വരന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം എല്ലാവരെയും അറിയിക്കുന്നു. നമ്മെ സ്നേഹിക്കുകയും കർത്താവിന്റെ സ്നേഹത്തിൽ വഴി നമ്മുടെ ആത്മപിതാവായ തങ്ങളുടെ സ്നേഹാന്വേഷണങ്ങൾ അറിയിക്കുന്നു. വൈക്കം ഡയോസസിലേക്ക് പരിശുദ്ധാത്മാവിന്റെ ഹൃദയപ്രകാരമുള്ള ദൈവാത്മാവിന്റെ സ്വന്തം ഡയോസസിലേക്ക് പ്രഭാത പ്രാർത്ഥനയിൽ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ദൈവജനം നമ്മളോട് പങ്കുവെക്കുന്നത് കോട്ടയം സെൻട്രൽ ഡയോസസിൽ നിന്നും നമ്മുടെ ലീഡറും കൂടെ ആയിരിക്കുന്ന പ്രിയ ലാലിക്കുട്ടി സിസ്റ്ററാണ്. നമ്മുടെ പ്രിയ സാജി ബ്രദറിന്റെ ജീവിത പങ്കാളിയാണ്. ആ കുടുംബം കർത്താവിന് വേണ്ടി വളരെ തീക്ഷ്ണതയോടെ നിൽക്കുന്ന ഒരു കുടുംബമാണ്. കർത്താവിന്റെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങളും ഒക്കെ ആയിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു. സോ ഇന്ന് പരിശുദ്ധാത്മാ ദൈവം നമ്മളോട് സംസാരിക്കാനുള്ളതിനായിട്ട് നമുക്ക് കാതോർക്കാം. ഓവർ ടു ലാലിക്കുട്ടി സിസ്റ്റർ. ലാലിക്കുട്ടി സിസ്റ്ററെ. പ്രൈസ് ലോർഡ് വിനോദ് വേറെ സ്തോത്രം. കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. പ്രത്യേക നമ്മുടെ ആത്മീയ പിതാവായ തങ്കുവന്റെ പേരിലുള്ള സ്നേഹവും വന്ദനവും എല്ലാരെയും അറിയിക്കുകയാണ്. ഇന്ന് ഈ വൈക്കം ഡേവിസിന്റെ മോർണിംഗ് പ്രേയറിൽ കർത്താവിന്റെ വചനവുമായിട്ട് നിൽപ്പാൻ കർത്താവ് എനിക്ക് തന്ന എന്റെ യേശു ഇന്നും ജീവിക്കുന്നു. അതിന്റെ സാക്ഷിയായിട്ട് നിങ്ങളുടെ മുമ്പിൽ അനുഗ്രഹിക്കപ്പെട്ട നിങ്ങളുടെ ഓരോരുത്തരുടെയും മുമ്പിൽ നിൽപ്പാൻ കർത്താവ് എനിക്ക് നൽകി വലിയ ഭാഗ്യത്തിനായിട്ട് ഞാൻ എന്റെ കർത്താവിനെ സ്തുതിക്കുകയാണ്. അതിനുവേണ്ടി എനിക്ക് ഇന്നിവിടെ അവസരം ഒരുക്കി തന്ന വൈക്കം DP പ്രിയ വിനോദ് ബ്രദറിനോടുള്ള നന്ദി സ്നേഹം അറിയിക്കുന്നു. ഇന്നിവിടെ ഇരിക്കുന്ന എല്ലാവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മുടെ കർത്താവിന്റെ വചനവുമായിട്ട് അല്ലെങ്കിൽ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇത് പറയാൻ എന്റെ ധൈര്യം, എന്റെ പ്രാഗൽഭ്യം എന്ന് പറയുന്നത് എന്റെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, 2 or 3 പേർ ഒരുമിച്ച് എന്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യത്തിൽ ഞാനുണ്ട്. ആമേൻ. ഇന്ന് പ്രിയമുള്ളവരെ, നമ്മുടെ മധ്യത്തിൽ ഇന്ന് ഈ ഡിവൈസിലായിരിക്കുന്ന ഓരോരുത്തരുടെയും നമ്മുടെ ഭവനത്തില്, നമ്മുടെ ജീവിതത്തില്, നമ്മുടെ സകല കാര്യത്തിലും ഇന്ന് നമ്മളോട് കൂടെ നമ്മുടെ യേശു ഇന്ന് ഇവിടെ ഉണ്ട്. ആമേൻ. അത് ആകാശം മാറും, ഭൂമി മാറും, എന്റെ വചനങ്ങളോ ഒരിക്കലും മാറത്തില്ല. ആ മാറത്തില്ലെന്ന് പറഞ്ഞ യേശു നമ്മളോട് കൂടെയുണ്ട്. അവൻ എവിടെയെങ്കിലും വന്നാൽ, നമ്മൾ ഈ ബൈബിൾ വായിക്കുമ്പോൾ, നമ്മൾ ഓരോരുത്തരുടെയും സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ, ഏത് സാഹചര്യത്തിലുള്ള ഭവനത്തിലാകട്ടെ, ഒരു വ്യക്തിയുടെ ജീവിതത്തിലാകട്ടെ, എവിടെയാകട്ടെ എന്റെ യേശു വന്നാൽ ആ വ്യക്തിയുടെ ജീവിതത്തിനകത്ത് അവിടെ അനുഗ്രഹവും നന്മയും മാത്രമാണ്. ഇന്ന് അവിടെ നമ്മുടെ ഈ വർഷത്തെ ദൂത് പോലെ നന്മയും കരുണയും പിന്നെ ആയുഷ്കാലം ഒക്കെയും പിന്തുടർന്നു കൊണ്ടേയിരിക്കും. അതാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. ഇന്ന് നമുക്ക് ഷെയർ ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് എനിക്ക് തന്നിരിക്കുന്ന വചനം
1 തെസ്സലോനിക്കർ 2:13 ഞാൻ തന്നെ അത് വായിക്കാം. 1 തെസ്സലോനിക്കർ 2:13. ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു, മനുഷ്യന്റെ വചനമായിട്ടല്ല, സാക്ഷാലാകുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ ഇടവിടാതെ സ്തുതിക്കുന്നു. വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. ആമേൻ. ഇവിടെ വചനം പറയുകയാണ്, ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിക്കയിലുള്ള സഭയ്ക്ക് എഴുതിയ ലേഖനമാണിത്. എന്നിട്ട് ആ പൗലോസ് അപ്പോസ്തലൻ പറയുവാണ്, ആ പൗലോസ് അപ്പോസ്തലനും കൂടെയുള്ള ആ സഹശുശ്രൂഷകരും ആ കർത്താവിന്റെ വേലക്കാരും തെസ്സലോനിക്കക്കാരോട് സംസാരിച്ച ദൈവവചനം, അതാണ് ഇവിടെ പറഞ്ഞത്. ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം. അവരവിടെ പ്രസംഗിച്ചത്, അവരവിടെ പറഞ്ഞത് കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനമായിരുന്നു. അവരുടെ വ്യക്തി ഗുണമോ അവരുടെ കഴിവോ ഒന്നുമല്ല. ആ സകലതിനും ചെയ്യാൻ മതിയായവനായ ദൈവത്തിന്റെ വചനത്തെ അവരവിടെ പ്രസംഗിച്ചപ്പോൾ ആ പ്രസംഗിച്ച വചനം നിങ്ങൾ കേട്ടു. ഒന്നാമത് അവര് പറഞ്ഞ ദൈവവചനത്തെ ഇരുന്ന ആൾക്കാര് കേട്ടു. ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. നമ്മൾക്ക് വിശ്വാസം വരണമെങ്കിൽ, ദൈവത്തിൽ വിശ്വാസം വരണമെങ്കിൽ ദൈവത്തിന്റെ വചനം കേൾക്കണം. ഇവിടെ അവർ പറഞ്ഞ വചനത്തെ അവർ കേട്ടു. അതെങ്ങനെ കേട്ടു, എങ്ങനെ ഏറ്റെടുത്തു എന്നാണ് അടുത്തത് പറയുന്നത്. മനുഷ്യന്റെ വചനമായിട്ടല്ല, സാക്ഷാലാകുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ ഇടവിടാതെ സ്തുതിക്കുന്നു. അതെങ്ങനെയാ? ഒരു മനുഷ്യൻ പറയുന്ന, ഒരു പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ വചനമോ, ഒരു നങ്കുബേർ പറഞ്ഞ വചനമോ, വിനോദ് ബ്രദർ പറഞ്ഞ വചനമോ ഇന്ന് വന്ന് പറയുന്ന ആളുടെ കാര്യമായിട്ടല്ല. സകലതും ചെയ്യാൻ മതിയായവൻ, ആ സുവിശേഷം എന്ന് പറയുന്നത് ആര് പറഞ്ഞാലും അത് ദൈവത്തിന്റെ വചനമാണ്. ആ ദൈവത്തിന്റെ വചനം പറഞ്ഞപ്പോൾ നമുക്കറിയാം, കർത്താവിന്റെ വചനം കേൾക്കാൻ എവിടെ ആൾക്കാർ കൂടിയാലും കർത്താവ് തന്നെ പറഞ്ഞു, ചിന്നിയവരെയും ചിതറിയവരെയും കണ്ട കർത്താവിന് മനസ്സലിഞ്ഞത്. ഹല്ലേലൂയ. ഇന്ന് വചനം കേൾക്കാൻ അവിടെ വന്നവരിൽ നമുക്ക് ഉറപ്പോടെ അറിയാം, അവരിൽ രോഗികൾ ഉണ്ടായിരുന്നു, അവരിൽ അസമാധാനമുള്ളവരുണ്ടായിരുന്നു, അവരിൽ ശാപത്തിന്റെ കീഴിലായിരുന്നു എന്ന് ലോകം പറഞ്ഞവരും അവര് വിശ്വസിച്ചവരുമായവരുണ്ടായിരുന്നു. അനേക തരത്തിൽ തകർന്നവരായിരുന്നു അന്ന് വചനം കേൾക്കാൻ വന്നത്. എന്നാൽ ആ കേൾക്കാൻ വന്നവര് ആ ദൈവത്തിന്റെ വചനമായിട്ട് അത് ഏറ്റെടുത്തപ്പോൾ ഇവിടെ പറയുകയാണ്, അത് നിങ്ങൾ അങ്ങനെ ഏറ്റെടുത്തത് കൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തെ ഇടവിടാതെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ആ ഇടവിടാതെ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞ അടുത്ത വചനത്തിൽ പറയുകയാണ്, വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചു കൊണ്ടേയിരുന്നു. ഹല്ലേലൂയ. ആ ദൈവവചനത്തിൽ ആര് വിശ്വസിക്കുന്നോ അവരുടെ ജീവിതത്തിലാണ് ദൈവവചനം ക്രിയ ചെയ്യുന്നത്. കാരണം ഈ വചനത്തിന് ജീവനുണ്ട്. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളതാണ്. അത് മരിച്ചതിനെ ജീവിപ്പിക്കുന്നതാണ്. ഇന്ന് ഞാൻ പറയട്ടെ, ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ഏത് അസമാധാനം, ഇന്ന് ഏത് രോഗം, ഇന്ന് ഏത് നടക്കത്തില്ല എന്ന് പറയുന്ന കാര്യമാണോ, കർത്താവിന്റെ വചനം ഇങ്ങനെയാണ് പറയുന്നത്, നമ്മൾ ഭാരപ്പെടുമ്പോൾ, നമ്മൾ പ്രയാസപ്പെടുമ്പോൾ, നമ്മൾ മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കാതെ കർത്താവിന്റെ മുഖത്തേക്ക് മാത്രം നോക്കിയാൽ കർത്താവ് പറയുകയാണ്, ഇന്ന് വൈക്കം ഡയോഷനിരിക്കുന്ന ഓരോരുത്തരോടും പറയുകയാണ്, ഞാൻ സകല ജഡത്തിന്റെയും ദൈവമായ യഹോവയാണ്, എനിക്ക് കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ? ആമേൻ. ഞാൻ സകല ജഡത്തിന്റെയും ദൈവമായ യഹോവയാണ്, എനിക്ക് കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ? പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. ആ സകല കാര്യത്തെയും നടത്താൻ മതിയായ കർത്താവാണ് ഇന്ന് ഇവിടെ വന്നിരിക്കുമ്പോൾ ആ വചനത്തെ നമ്മൾ സാക്ഷാൽ ദൈവവചനമായിട്ട്, ഇത് പറയുന്നയാള് ജീവനോടെ ഉണ്ട്, ദൈവവചനമായിട്ട് ഏറ്റെടുക്കുമ്പോൾ അത് എന്ത് ചെയ്യും? നമ്മുടെ ജീവിതത്തിൽ അത് വ്യാപരിച്ചുകൊണ്ടേയിരിക്കും. അത് 2022 പൂത്തുല്ലസിക്കുന്നതായിരുന്നു വൈക്കം ഡയോഷൻ ഏറ്റവും കൂടുതൽ ഏറ്റെടുത്തു. ഞാൻ ഇന്ന് ഉറപ്പോടെ പറയട്ടെ, അത് 2022 കൊണ്ട് ആ പൂത്തുല്ലസിപ്പീര് തീരത്തില്ല. അത് എന്ത് ചെയ്യും? അത് ഓരോ ദിവസവും ഈ വർഷം പറഞ്ഞ നന്മയും കരുണയും, സങ്കീർത്തനം 23 മുഴുവൻ പറഞ്ഞ അവസാനം പറയണം, നന്മയും കരുണയും നിന്റെ ആയുഷ്കാലം ഒക്കെ നിന്നെ പിന്തുടരും. ആരെ? ഏറ്റെടുക്കുന്ന എന്നെ, ഏറ്റെടുക്കുന്ന നിങ്ങളെ. ഇത് പറഞ്ഞോണ്ട് തന്നിട്ടില്ല, ഇത് ഏറ്റെടുക്കണം. സാക്ഷാൽ വചനമാണ്. ഇത് ഏറ്റെടുക്കുന്നവരിൽ അത് വ്യാപരിച്ചു കൊണ്ടേയിരിക്കും. അവരാ വചനം പറഞ്ഞെടുത്ത്, അവരാ പൗലോസും ആ ഇവിടുത്തെ ദൈവവേലക്കാരും പറഞ്ഞ വചനത്തെ സാക്ഷാൽ വചനമായിട്ട് ഏറ്റെടുത്തപ്പോൾ അവരുടെ ജീവിതത്തിൽ ക്രിയ ചെയ്ത പോലെ ഇന്ന് ഞാൻ പറയട്ടെ, ഇവിടെ രോഗികളാട്ടെ, അസമാധാനമാട്ടെ, ഏത് കാര്യത്തിൽ ഇന്ന് വിഷമിച്ചാലും
എനിക്കൊരു കാര്യം ഉറപ്പാണ്, എന്റെ ജീവിതത്തിൽ, എന്റെ കുടുംബ ജീവിതത്തിൽ, എന്റെ കുഞ്ഞുങ്ങളിൽ അത്ഭുതം ചെയ്ത് ഞങ്ങളെ ഇന്ന് നന്മയുടെ ഒരു അടയാളമാക്കി എന്റെ കർത്താവ് നിർത്തിയിരിക്കുമ്പോൾ ആ യേശുവിന് ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അത്ഭുതം ചെയ്യാൻ മതിയാണ്. എന്റെ സാക്ഷ്യങ്ങൾ പറഞ്ഞാൽ ഇന്ന് മുഴുവൻ പറഞ്ഞാൽ 1 വർഷം പറഞ്ഞാൽ തീരത്തില്ല. കാരണം ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെ അവസ്ഥ അത് തന്നെയാണ്. യേശുവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ യേശു ചെയ്ത നന്മ പറഞ്ഞാൽ തീരത്തില്ല. ഹല്ലേലൂയ. ഞാനും 99-ലാണ് ഞങ്ങൾക്ക് കുടുംബമായിട്ട് എന്റെ കർത്താവിനെ അറിയാൻ ഭാഗ്യം ലഭിച്ചത്. ഞാൻ എന്റെ സാക്ഷ്യം പെട്ടെന്ന് പറയാം. ഞങ്ങൾ അന്നത്തെ എന്റെ അവസ്ഥ എന്ന് പറയുന്നത്, എന്റെ കഴുത്തിന് വേദന തുടങ്ങി, എന്റെ ഈ വലതേ കൈ അനക്കത്തില്ല, എനിക്ക് ഒരു ജോലിയും ചെയ്യാൻ മേല. മെഡിക്കൽ കോളേജിൽ ഞാൻ വെയിറ്റ് ഇട്ട് മാസങ്ങൾ അവിടെ കിടന്നു. തിരിച്ച് വീട്ടിൽ വന്നും അതേ അവസ്ഥയിൽ കിടന്ന് പരസഹായമില്ലാതെ ഒന്നും ചെയ്യാൻ മേലാതെ എനിക്ക് ആ സമയങ്ങളിൽ വീണ്ടും ഡോക്ടറുടെ അടുത്ത് ചെക്കപ്പിന് പോകുന്നു, മരുന്ന് കഴിക്കുന്നു. മരുന്നും വീടും ആയിട്ട് മാത്രമുള്ള ഒരു കാലഘട്ടമായിരുന്നു ആ സമയം. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഡോക്ടറെ അടുത്ത് വീണ്ടും എനിക്ക് പെട്ടെന്ന് ഒരു തലകറക്കം വരാൻ തുടങ്ങി. ആ തലകറക്കം വന്നപ്പോൾ ഡോക്ടറെ അടുത്ത് വീണ്ടും ആ വിവരവുമായിട്ട് ചെന്നപ്പം ഡോക്ടർ പറഞ്ഞു, ഞാൻ ഈ അസുഖത്തിന് തരാവുന്ന രീതിയിലുള്ള എല്ലാ മരുന്നും ചികിത്സയും ചെയ്തു കഴിഞ്ഞു. ഇനി ഇതിനായിട്ട് ചെയ്യാനുള്ളത് ഒരു ഓപ്പറേഷൻ മാത്രമാണ്. അന്ന് 96-ലാണ് ഈ സംഭവം. അന്ന് കോട്ടയത്ത് ഒരു MRI സ്കാനിങ് ഒന്നും എങ്ങും ആയിട്ടില്ല. അന്ന് ഇത്രയൊന്നും ഇല്ല. ആ സമയത്ത് ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ എറണാകുളത്ത് പോയി എത്രയും പെട്ടെന്ന് ഒരു MRI സ്കാൻ ചെയ്ത് അതിന്റെ റിപ്പോർട്ടുമായിട്ട് വന്ന് നമുക്ക് ഈ ആഴ്ചയിൽ തന്നെ ഇത് ഓപ്പറേഷൻ ചെയ്യണം, അല്ലാതെ ഇനി വേറെ വഴിയൊന്നുമില്ല. അപ്പൊ ഈ ഓപ്പറേഷൻ എന്ന് കേട്ടപ്പോ തന്നെ എന്റെ പകുതി ജീവൻ പോയി. കാരണം എനിക്ക് അതുപോലെ പേടിയാണ്. അസുഖം വന്ന് ഞാൻ ഇങ്ങനെ തകർന്നിരിക്കുകയാണ്. അപ്പൊ എന്റെ ഹസ്ബൻഡ്, ഞങ്ങൾ രണ്ടുപേരുടെയാണ് പോകുന്നത്. അച്ഛൻ അപ്പൊ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടർ ഈ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാല് ഇവള് പഴയതുപോലെ ആരോഗ്യത്തോടെ വരുമോ? ഉടനെ ഡോക്ടർ, മെഡിക്കൽ കോളേജിലെ PS ജോൺ എന്ന് പറയുന്ന ഓർത്തോപീഡിക് സർജൻ ആണ് എന്നെ നോക്കുന്നത്. അദ്ദേഹം ഉടനെ പറഞ്ഞു, ഇത് ഞങ്ങൾ മെഡിക്കൽ സയൻസ് ഈ ഓപ്പറേഷൻ 50% ഗ്യാരണ്ടിയെ തരത്തുള്ളൂ. ഇത് തളർന്നു പോകാൻ 50% ഗ്യാരണ്ടി ഇല്ല എന്ന് പറയുന്നത്, ഇത് ചെയ്യുന്ന വ്യക്തികൾ തളർന്നു പോകാൻ സാധ്യതയുണ്ട് 50%. ചിലർക്ക് അങ്ങനെ സംഭവിക്കത്തില്ല. അതുകൊണ്ട് ഇങ്ങനെ ഒരു റിസ്ക് ഉള്ള സംഭവമാണ്. പക്ഷെ ഇത് ചെയ്യാതെ വേറെ വഴിയൊന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, നിങ്ങൾക്കറിയാമല്ലോ, അത് കേൾക്കുമ്പോൾ നമ്മുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? ആരും ആശ്രയമില്ലാതെ പരസഹായത്തിൽ ജീവിക്കുന്ന 2 പിഞ്ചു കുഞ്ഞുങ്ങൾ, മോൾ 1-ാം ക്ലാസ്സിൽ, കൈക്കുഞ്ഞായിട്ട് ഇളയാൾ ഇരിക്കുന്നു. ഈ സമയത്ത് എല്ലാം തകർന്ന ഒരു അവസ്ഥയിലാണ് ഞാൻ ഇരിക്കുന്നത്. ഞാൻ ഇത് കേട്ടപ്പോ ഞാൻ ആ ഡോക്ടറെ എടുത്തിരുന്ന കരഞ്ഞു. എനിക്ക് കരയാനല്ലാതെ വേറെ ഒന്നും എനിക്കില്ല. ഞാൻ ആ ഡോക്ടറെ എടുത്ത് കരഞ്ഞപ്പോൾ ആ ഡോക്ടർ എന്നെ തട്ടിയിട്ട് പറഞ്ഞു, കരയണ്ട, യേശു സൗഖ്യമാക്കുകയാണെങ്കിൽ ഇത് പരിപൂർണ സൗഖ്യമാവെന്ന് പറഞ്ഞു. എന്നാൽ ഇത് യേശു സൗഖ്യമാക്കുമെന്നോ ഏറ്റെടുക്കണമെന്നോ ഇതൊന്നും എനിക്കറിയത്തില്ല. അതും ഒരു കാര്യമായിട്ട് കേട്ടു. എന്നിട്ട് ഡോക്ടർ സംസാരിച്ചു, കുറെ കാര്യങ്ങൾ സംസാരിച്ചു. ഡോക്ടർ പറഞ്ഞു, ഇനി ഇവിടേക്ക് ഈ സ്കാനിങ് റിപ്പോർട്ടുമായിട്ട് വന്ന് എത്രയും പെട്ടെന്ന് നമുക്ക് ഒരു ഓപ്പറേഷൻ ചെയ്യണം. അതുകൊണ്ട് അടുത്ത ദിവസം തന്നെ നിങ്ങൾ വരണം എന്ന് പറഞ്ഞ് ഞങ്ങളെ പറഞ്ഞു വിട്ടു. പരിചയമുള്ള വേറെ ഡോക്ടേഴ്സിനോട് സംസാരിച്ചപ്പോൾ, അറിവുള്ളവരോട് ചോദിച്ചപ്പോൾ അവരൊക്കെ പറഞ്ഞു, ഒരിക്കലും ഇത് ചെയ്യരുത്, ഇത് വളരെ റിസ്ക് ഉള്ള കാര്യമാണ്, ഇത്രയും ചെറുപ്പമല്ലേ, ഇതൊന്നും ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞു വീണ്ടും വേറെ ട്രീറ്റ്മെന്റിലേക്ക് മാറി. വീര ചികിത്സയായിട്ട് ഞങ്ങൾ നടക്കുന്ന സമയത്ത് എന്റെ അസുഖത്തിന് ഒരു കുറവുമില്ല. മാനസികമായിട്ട് തകർന്ന് ഏറ്റവും ഒരു തകർന്ന വ്യക്തിയായിട്ട് ഞാൻ ഇരിക്കുന്ന സമയത്ത് ആണ് എന്റെ ബ്രദർ പറഞ്ഞു, കോട്ടയത്ത് ഒരു മീറ്റിംഗ് കൊണ്ട് വരണം. ആ സമയത്ത് യേശു സൗഖ്യമാക്കുമെന്ന് പറഞ്ഞപ്പോൾ തൊട്ട് ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കാൻ തുടങ്ങി. അപ്പൊ പ്രാർത്ഥനയ്ക്ക് പോകാൻ തുടങ്ങി. അങ്ങനെ നടക്കുന്ന സമയത്ത് ഒരു മീറ്റിങ്ങിന് വേണ്ടി വിളിക്കുന്നു. അന്ന് ആദ്യമായിട്ട് ഒരു കൈയടിച്ച് ആരാധിക്കുന്ന ഒരു ആരാധനാലയത്തിലേക്ക് ഞങ്ങളും വന്നു. ഞാനും അച്ഛൻ, ഞങ്ങൾ 2 പേരും അവിടെ വന്നു. അവിടെ വരുമ്പോ അന്ന് അവിടെ തോമസ് കുട്ടി ബ്രദറാണ് ശുശ്രൂഷിക്കുന്നത്. എനിക്ക് തോമസ് കുട്ടി ബ്രദറിനെ അറിയത്തില്ല, ആരുടെ മീറ്റിംഗ് ഇതൊന്നും അറിയത്തില്ല. എന്നാൽ അവിടെ വരുമ്പോ എനിക്ക് ഈ ഞാൻ അങ്ങ് തുറന്നു പറയാണ്, എനിക്ക് ഈ കയ്യടിയും ആരാധനയും ഇതൊന്നും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയ കാര്യമില്ല. ഞാൻ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിന്നല്ല വന്നത്. ഞാൻ ഒരു ക്രിസ്ത്യാനിയാണ്. എനിക്ക് ആ ഒരു പാരമ്പര്യം മാത്രമേ എനിക്കുള്ളൂ. അപ്പൊ ഇത് എനിക്കൊരു പുതിയ ഒരു ഇതെനിക്കൊട്ട് ഉൾക്കൊള്ളാനും പറ്റുന്നില്ല. എന്റെ അവസ്ഥ ഇതാണെങ്കിൽ ഇതൊന്നും എന്നെ കൊണ്ട് ഉൾക്കൊള്ളാനും പറ്റുന്നില്ല. ആ സാഹചര്യത്തിൽ അവിടെ വന്നപ്പോ അന്ന് അവിടെ തോമസ് കുട്ടികാർ ഇങ്ങനെ അവിടെ വിളിച്ചു പറഞ്ഞു, ഒരു കാര്യമുണ്ട് പ്രിയമുള്ളവരെ, കർത്താവിന്റെ വചനം പറഞ്ഞ ഇങ്ങനെയാണ്, നീ നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ നിന്നെ ഞാൻ കണ്ടിരുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് ഈ ദൈവവചനത്തിനകത്ത് കയറിയിരിക്കുന്ന ആരും വെറുതെ കയറി വന്നതല്ല, കർത്താവ് കണ്ടിട്ട് തന്നെ കയറി വന്നു. നമുക്ക് തോന്നും, എന്നെ ആരും കാണുന്നില്ലല്ലോ, എന്നെ ആർക്കും പരിചയമില്ലല്ലോ. പക്ഷെ ഉള്ളത്തെ അറിയുന്ന കർത്താവ്, നിന്നെ ആരംഭത്തിൽ തന്നെ അന്ത്യം കണ്ടവൻ, നീ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ നിന്നെ കണ്ടിരുന്നു എന്ന് പറഞ്ഞ് കണ്ടവൻ തന്നെയാണ് വിളിച്ചിരിക്കുന്നത്. മനുഷ്യരാരുമല്ല വിളിച്ചൊരു വ്യക്തി പറഞ്ഞിരിക്കാം, പക്ഷെ വിളിച്ചയാള് കർത്താവ്, അത് മറക്കരുത്. എന്നെ വിളിച്ചതും കർത്താവായിരുന്നു. ഞങ്ങൾ അവിടെ ചെന്നു ഞങ്ങള്
വന്ന് തോമസ് ഊട്ടുപേർ പറയുന്ന വചനം അന്ന് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. എന്നെ തൊട്ട കാര്യമാണ്. യേശുവിന്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഏത് അസാധ്യമാണെങ്കിലും ആ അസാധ്യത്തെ എന്റെ കർത്താവ് സാധ്യമാക്കും. ഈ രണ്ട് കാര്യം ഞാൻ കേട്ടു. ഇതെന്നെ തൊട്ടോ ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കണോ ഇതൊന്നും എനിക്കൊന്നും അറിയത്തില്ല. പക്ഷെ എനിക്ക് എന്തോ ഈ വചനം എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ആ വചനം കേൾക്കുന്നത്. ഞാൻ പറഞ്ഞില്ല ഞാൻ ക്രിസ്ത്യാനിയാ, പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ആ വചനം കേൾക്കുന്നത്. ആ വചനം കേട്ടു. എനിക്ക് എന്തോ അത് കഴിഞ്ഞു ഞങ്ങൾ തിരിച്ചു പോന്നു. എന്റെ ശരീരത്തിൽ പറയപ്പെട്ടതിന് യാതൊരു മാറ്റവും ഉണ്ടായില്ല. എന്നാൽ തുടർന്നുള്ള ദിവസങ്ങളിൽ ആ മീറ്റിങ്ങിന് പോകാൻ കർത്താവ് ഭാഗ്യം തന്നു. എന്നെ അവിടെ മീറ്റിങ്ങിന് കൊണ്ടുപോകും, തിരിച്ചു വരും. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവിടെ ഒരു ഉപവാസ പ്രാർത്ഥന നടക്കുന്നു. ആ ഉപവാസ പ്രാർത്ഥനയെ സംബന്ധിക്കാൻ കർത്താവ് എനിക്കും ഭാഗ്യം തന്നു. ഞാൻ അവിടെ ചെല്ലുമ്പോൾ ആ സമയങ്ങളിൽ എനിക്ക് കർത്താവിന്റെ വചനം കൂടുതൽ കേൾക്കാനും കർത്താവിനെ കൂടുതൽ അറിയാനും എന്റെ ഉള്ളിൽ കുറെ സംശയങ്ങളും കാര്യങ്ങളും എല്ലാം ചോദ്യങ്ങളുമായിട്ട് നിൽപ്പുണ്ട്. ഇതെല്ലാം ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ചെല്ലുന്ന സമയത്ത് എനിക്കുണ്ടായ വലിയൊരു മാറ്റം ഇതാണ്. എന്റെ ഉള്ളിലിരുന്ന ധാരണ, എന്റെ ഉള്ളിലിരിക്കുന്ന ചിന്ത എന്ന് പറയുന്നത് ദൈവമാണ് എനിക്ക് ഈ രോഗമെല്ലാം തന്നിരിക്കുന്നത്, ദൈവം ആണ് ഇതിന്റെ എല്ലാം കാരണം. എന്നാൽ തങ്കുകളിലൂടെ ഞാൻ അവിടെ വചനം കിട്ടി. യോഹന്നാൻ 10:10 അതെനിക്ക് ഇന്നറിയാം. കള്ളൻ വരുന്നത് അറുപ്പാനും മുടിപ്പാനും മോഷ്ടിപ്പാനും, ഞാൻ വരുന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ട് ജീവൻ ഉണ്ടാകുവാനും. അപ്പൊ എന്റെ ഉള്ളിൽ എനിക്ക് മനസ്സിലായി എന്റെ രോഗം ദൈവം അല്ല എനിക്ക് തന്നത്, ഇതൊരു പിശാചിന്റെ പരിപാടിയാണ്. ഇതിൽ നിന്ന് ഞാൻ പുറത്തു വരാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഉപവാസ പ്രാർത്ഥനയിൽ പോകുമ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ വലിയ ദൈവപ്രവൃത്തി സ്വർഗ്ഗവിരുന്ന സഭയിൽ നടക്കുന്നുണ്ട്. പക്ഷെ എന്റെ ജീവിതത്തിൽ അതൊന്നും എനിക്ക് അറിയത്തില്ല. ഞാൻ ഇതൊന്നും തൊടുന്നില്ല. ഞാനിപ്പം കർത്താവിനോട് പറയും, ഞാൻ ഇവരുടെ ചില സംശയങ്ങളും ചില ചോദ്യങ്ങളും ഒക്കെ നല്ലതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഉറപ്പിക്കാതെ. ഞാൻ പറയും കർത്താവ് ഇവിടെ എല്ലാരെയും നീ തൊടുന്നുണ്ട്, ഇവിടെ ഒരു ദൈവപ്രവൃത്തിയൊക്കെ ഉണ്ട്, പക്ഷെ എനിക്കിതൊന്നും അനുഭവിക്കാൻ പറ്റുന്നില്ല. ഞാൻ വന്ന ഞാനായി തന്നെ തിരിച്ചു പോകും. ഓരോ ദിവസത്തെയും പ്രാർത്ഥന കഴിഞ്ഞ് ചെല്ലുമ്പോൾ ഞാൻ അച്ഛയോട് പറയും എനിക്കിന്നൊന്നും കിട്ടിയില്ല. ഞാൻ ഇന്ന് പറയട്ടെ, എന്തോ ഒന്ന് കിട്ടുമെന്നറിയാം, എന്താന്ന് അറിയത്തില്ല, എന്നാൽ ആ കിട്ടുന്നതാണ് നമ്മുടെ നിത്യജീവനായ യേശു. അത് കിട്ടാത്ത ശൂന്യതയാണ് ഞാൻ പറയുന്നത്. എനിക്കൊന്നും കിട്ടിയില്ല. ഇന്ന് ആ യേശുവിനെ എനിക്ക് അപ്പൊ എന്നോട് പറയും നീ പൊക്കോ നിനക്ക് കിട്ടും. എന്താ കിട്ടുന്നത് പറയുന്നേ ആർക്കും അറിയത്തില്ല, പക്ഷെ എന്തോ ഒന്ന് അവിടെ കിട്ടും. അങ്ങനെ ഞങ്ങള് പോകുന്ന സമയത്ത് ഒരു ഉപവാസ പ്രാർത്ഥനയുടെ ആ തീരാവുന്ന ദിവസങ്ങളോട് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ അന്ന് അവിടെ ശുശ്രൂഷിച്ച ദേവദാസൻ ഇങ്ങനെ പറഞ്ഞു, നിന്നെയാണ് യേശുവിന് വേണ്ടത്, നിന്റെ ഹൃദയമാണ് യേശുവിന് വേണ്ടത്. നീ ദൈവമെന്ന് വിചാരിച്ച് നീ മറ്റു പലതിനും നിന്റെ ആരാധന കൊടുക്കുമ്പോൾ ദൈവത്തിന് നിന്നെയാണ് വേണ്ടത്. നിന്റെ പാപത്തിനും ശാപത്തിനും രോഗത്തിനും വേണ്ടി യേശുവാണ് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നത്. നിന്റെ ഹൃദയത്തിലേക്ക് ആ യേശുവിനെ നീ ഒന്ന് വിളിച്ചാൽ മാത്രം മതി. യേശു നിന്റെ അവസ്ഥകളെ മാറ്റും, നിന്നെ മാറ്റും. ഞാനിത് കേട്ടപ്പോ വ്യക്തിപരമായിട്ട് ആരോ എന്നോട് സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നി. ഞാൻ ആ ഇരുന്ന ഇരിപ്പിൽ ഞാൻ പറഞ്ഞല്ലോ എന്റെ കൈ അനക്കത്തിൽ എനിക്ക് ഇങ്ങോട്ട് ഇങ്ങനെ വെക്കാൻ മേലോട്ടൊന്നും, ഞാൻ ഒരു പ്രത്യേക ഇതിലാണ് ഞാൻ ഇരിക്കുന്നത്. ഞാൻ അവിടെ ഇരുന്ന് എന്റെ യേശുവേന്ന് ഞാനൊന്ന് വിളിച്ച് ഇന്ന് ഇവിടെ ഇരിക്കുന്നതോട് ഞാൻ പറയാം, നമ്മൾ ഏത് അവസ്ഥയിലിരുന്ന് എന്റെ യേശുവേന്ന് വിളിച്ചാൽ നമ്മുടെ അവസ്ഥയിലേക്ക് അവൻ ഇറങ്ങി വരും. എന്റെ സഹോദരന്മാരെ ഞാൻ പറയട്ടെ, ഞാൻ അവിടെ യേശുവേന്ന് വിളിച്ച ആ നിമിഷം ഒരു വലിയൊരു പ്രകാശം ഇങ്ങോട്ട് വന്നു. ആ പ്രകാശത്തെ എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ. വെള്ളി കളറിൽ എനിക്ക് പറയാൻ മേല. ആ പ്രകാശം എന്റെ ശരീരത്തിന്റെ പുറത്തൂടെ മാത്രമല്ല എന്റെ അകത്തൂടെ അത് മൊത്തത്തിൽ കയറി ഇറങ്ങിയപ്പോൾ ഒരു കെട്ട് നമ്മൾ വലിഞ്ഞു മുറുക്കി കെട്ടി വെച്ചത് എങ്ങനെ അഴിച്ചുവിടും അതുപോലെ ഞാൻ ടോട്ടലി ഞാൻ ഫ്രീ ആയി. ഹല്ലേലൂയ. ആ അനക്കമില്ലാത്ത കഴുത്തിങ്ങനെ അലക്കി എന്റെ കൈ പൊക്കാൻ ഞാൻ മൊത്തത്തിൽ ഫ്രീ ആയി. അതോടുകൂടി എന്റെ ആ ഹൃദയത്തിലും എനിക്കൊരു വലിയൊരു ആ നിറവ് കിട്ടിയ ആ നിറവെന്ന് പറയുന്നത് നമ്മുടെ യേശുവിന്റെ നിറവാണ്. അവന്റെ അടിപ്പിണരാനുള്ള സൗഖ്യം ഞാൻ അനുഭവിച്ചു. ഇത് സൗഖ്യമാ, വിടുതല, ഇതൊന്നും അറിയത്തില്ല. ആ ദേവദാസൻ എന്നോട് പറഞ്ഞ് നമുക്ക് എഴുന്നേറ്റ് നിന്ന് ആരാധിക്കാം. അന്ന് എനിക്കറിയാം ഏറ്റവും ആദ്യം ചാടി എഴുന്നേറ്റ് ആദ്യമായിട്ട് കൈയടിച്ചത് ഞാൻ. അന്ന് ആ 99 എന്റെ കർത്താവിനെ ഞാൻ കരങ്ങളെടുത്ത് എന്റെ കർത്താവിനെ ഞാൻ ഫ്രീ ആയിട്ട് എന്റെ ശരീരത്തിന്റെ രോഗബന്ധനം മാറി അവന്റെ അടിപ്പിണരാനുള്ള സൗഖ്യം ശരീരത്തിലും മനസ്സിലും അനുഭവിച്ച് ഞാൻ എന്റെ കർത്താവിനെ സ്തുതിച്ചു. എന്റെ പ്രിയമുള്ളവരെ, ഇന്ന് ഈ നമ്മുടെ 2023 വർഷമാണ്. 24 വർഷമായി എന്റെ കർത്താവ് എനിക്ക് സൗഖ്യം തന്നിട്ട് ഇന്ന് വരെ ഞാൻ ഈ അസുഖത്തിന് വേണ്ടി ഒരു മരുന്നും കഴിക്കാൻ എന്റെ കർത്താവ് ഇടയാക്കിയിട്ടില്ല. ഞാൻ ഇതിനു വേണ്ടി ഒരു മരുന്നിനും പിന്നെ പോകേണ്ടി വന്നിട്ടില്ല. 50% ലോകത്തിലെ മെഡിക്കൽ സയൻസ് പറയുന്നെങ്കിൽ 100% തരുന്ന എന്റെ യേശുവിന്റെ അടിപ്പിണരാലുള്ള സൗഖ്യം എനിക്ക് തന്നപ്പോൾ ഞാൻ ഇന്ന് ആ സൗഖ്യം മാത്രമല്ല ഇവിടെ വചനത്തിൽ പറഞ്ഞ പോലെ അത് വ്യാപരിച്ചുകൊണ്ടേ
ഇരുന്നപ്പോൾ എന്റെ ജീവിതത്തിൽ, എന്റെ കുടുംബ ജീവിതത്തിൽ, എന്റെ തലമുറകളുടെ കാര്യത്തിൽ എന്റെ കർത്താവ് അത്ഭുതകരമാക്കി. കർത്താവ് ഇന്ന് ജീവിക്കുന്നു എന്നതിന്റെ സാക്ഷിയായി നന്മയുടെ അടയാളമാക്കി ഞങ്ങളെ കർത്താവ് നിർത്തിയിരിക്കുകയാണ്. ഇന്ന് ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഏത് രോഗത്താൽ ഭാരപ്പെട്ടാലും, നാളുകളായിട്ടുള്ള മുറിവുകൾ, കാലിന്റെ മേലുള്ള വ്രണം നിന്റെ യേശു സൗഖ്യമാക്കുകയാണ്. കാരണം അവന്റെ അടിപ്പിണരാലുള്ള സൗഖ്യം നിങ്ങളുടെ ഭവനത്തിന്റെ മേൽ വ്യാപരിക്കുകയാണ്. ഇന്ന് ഓപ്പറേഷൻ ചെയ്താലേ ഇതിന് മാറ്റം ഉള്ളെന്ന് ഡോക്ടർ പറഞ്ഞെങ്കിൽ കത്തി വെക്കാൻ കർത്താവ് സമ്മതിക്കത്തില്ല. അവൻ നമുക്ക് വേണ്ടി അടിയേറ്റു. അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഓപ്പറേഷനുകൾ ഇന്ന് മാറിപ്പോട്ടെ, പൂർണ്ണ സൗഖ്യമാകട്ടെ. കർത്താവിന്റെ സ്നേഹം, ആ കർത്താവിന്റെ ദയ നമ്മുടെ മേൽ വന്നിരിക്കുമ്പോൾ നമ്മൾ അനുഗ്രഹം തന്നെയാണ് പ്രാപിക്കുന്നത്. ആ കർത്താവ് ഇന്ന് ഒരു വചനവും കൂടി പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. യോഹന്നാന്റെ സുവിശേഷം 8:31 പറയാണ്. ഇവിടെ നമ്മൾ വായിച്ചു, ആ കേട്ടത് ദൈവവചനമായിട്ട് അവർ ഏറ്റെടുത്തപ്പോൾ അവരുടെ മേൽ അത് വ്യാപരിച്ചു കൊണ്ടിരുന്നു. 8:31 പറയുകയാണ്, തന്നെ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു, നിങ്ങൾ എന്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായി എന്റെ ശിഷ്യന്മാരാകും. ഹല്ലേലൂയ. നമ്മൾ അവിടെ ഇവിടെ അല്ല ശ്രദ്ധിക്കേണ്ടത്, അതും ഇതും അല്ല നോക്കേണ്ടത്. കർത്താവിന്റെ വചനം നമ്മോട് എന്ത് പറയുന്നു? നമ്മുടെ മേൽ ആക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഇടയന്മാർ നമുക്ക് വേണ്ടുന്ന തരുമ്പോ ആ വേണ്ടുന്ന വചനത്തെ നമ്മൾ ഏറ്റെടുക്കുമ്പോൾ മറ്റുള്ളവരിലേക്ക് ശ്രദ്ധിക്കാതിരുന്നാൽ വചനം പറയാം, നിങ്ങൾ എന്റെ ശിഷ്യന്മാരായി. നമ്മുടെ സ്വർഗീയ സഭയിൽ മാത്രം പറയുന്ന ഒരു കാര്യമുണ്ട്, ഇവിടെ വിശ്വാസികളല്ല, ഇവിടെ ശിഷ്യന്മാരാവുള്ളൂ. കാരണം ശിഷ്യനെ ഗുരുവിനെ പറ്റി പറയാൻ പറ്റത്തുള്ളൂ. പ്രിയമുള്ളവരെ, നമ്മൾ അനുഭവിച്ചത്, നമ്മൾ തൊട്ടത് ഒരു മനുഷ്യന് നമുക്ക് തന്നതല്ല, നമ്മുടെ കർത്താവ് നമുക്ക് തന്നതാ. ആ തന്ന കാര്യത്തെ അവന്റെ ശിഷ്യരായി ഈ ലോകത്തിന് കൊടുക്കാൻ തങ്കുവേറിലൂടെ കർത്താവ് നമ്മോട് പറഞ്ഞു. 800 കോടി ജനവും ഈ സത്യം അറിയണം. ഏതാ? യേശു ആകുന്ന സത്യം. 32-ാം വാക്യം പറയാം, സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. നമ്മൾക്ക് ഈ ലോകത്തിൽ വേറൊരു സത്യവുമില്ല. ഏക സത്യം യേശു മാത്രമേ ഉള്ളൂ. ആ യേശുവിലൂടെ മാത്രമേ നമുക്ക് അനുഗ്രഹമുള്ളൂ, നന്മയുള്ളൂ, ഉയർച്ചയുള്ളൂ. ആ ക്രിസ്തുവിൽ അല്ലാതെ ഒരു നന്മയും നമുക്കുള്ളതല്ല. ക്രിസ്തുവിലുള്ള അനുഗ്രഹം, നന്മയോ അത് എന്നേക്കും നിലനിൽക്കും. ആകയാൽ കർത്താവിൻ എല്ലാവരെയും, ഇന്നിവിടെ വന്നിരിക്കുന്ന എല്ലാവരെയും എന്റെ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്നിവിടെ ഇരിക്കുമ്പോൾ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അനേകരെ കർത്താവ് കാണിക്കുന്നു. ഞാൻ പറയട്ടെ, കർത്താവിന്റെ വചനം ഇങ്ങനെ പറയുന്നു, മക്കളെ, യഹോവയുടെ ദാനവും ഉദരഫലം അവന്റെ പ്രതിഫലവുമാകുന്നു. അങ്ങനെയെങ്കിലും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഉദരഫലങ്ങൾ, ഇന്ന് ഉദരങ്ങൾ തുറക്കപ്പെടട്ടെ, ദൈവിക ജീവൻ വ്യാപരിക്കട്ടെ, തലമുറകൾ ഉണ്ടാവട്ടെ. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ ഭാവിയോട്ട് ഭാരപ്പെടുന്ന എന്ത് ചെയ്യും, എന്താ ഭാവി? ഞാൻ ഉറപ്പോടെ പറയാം, നിന്റെ ആശ്രയം കർത്താവിലാണോ? ലജ്ജിക്കാൻ കർത്താവ് സമ്മതിക്കത്തില്ല. നിന്റെ കുഞ്ഞുങ്ങൾ യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും അവരുടെ സമാധാനം വലുതുമായിരിക്കും. നിന്റെ തലമുറകൾ തകരാൻ കർത്താവ് സമ്മതിക്കത്തില്ല. നന്മയുടെ അടയാളങ്ങളാക്കി, അനുഗ്രഹങ്ങളാക്കി 2023 സങ്കീർത്തനം പോലെ തന്നെ ഏറ്റെടുക്കുന്ന ഓരോരുത്തരുടെ മേലും ആ ദൈവ വചനമായിട്ട് അത് ക്രിയ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വന്നിരിക്കുന്ന ഡിവൈസിൽ കൂടിയിരിക്കുന്ന ഓരോ മക്കളെയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുകയാണപ്പാ. വിനോദ് ബ്രദറിനെ, കർത്താവെ, ശുശ്രൂഷ നിൽക്കുന്ന ഓരോരുത്തരെയും, ഇന്ന് കയറിയിരിക്കുന്ന ഓരോ മക്കളെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഞങ്ങളുടെ മേൽ, അങ്ങടെ മേൽ ആക്കി വെച്ചിരിക്കുന്ന ഞങ്ങളുടെ തങ്കുബദനെ, തോമസ് ബദനെ, ബെന്നി ബദനെ, അജു ബദനെ, എല്ലാ കർത്താവെ, ആ കർത്താവെ, ഗവർണേഴ്സിനെ, DP എല്ലാ ദൈവമക്കളെയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുകയാണപ്പ. അതിന് ഇത്രയും സമയം കർത്താവിന്റെ സന്നിധി, കർത്താവിന്റെ വചനം പറയാ, കർത്താവ് നൽകിയ കൃപയ്ക്കായി സ്തോത്രം, നന്മകളാൽ നിറയ്ക്കണമപ്പ. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. 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 താങ്ക് യു സിസ്റ്റർ. കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം, അത്ഭുത സാക്ഷ്യം. കർത്താവ് ചെയ്ത, ഈ ഭവനത്തിൽ ചെയ്ത അത്ഭുതങ്ങൾ പറഞ്ഞാലും തീരത്തില്ല. ആ കുടുംബം കർത്താവിന് വേണ്ടി നിൽക്കുന്നു. സ്തോത്രം. കേട്ട അത്ഭുത സാക്ഷ്യം നിശ്ചയമായിട്ടും ഇന്ന് രോഗാവസ്ഥയിൽ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പറയാം, ഇന്ന് അത്ഭുതത്തിന്റെ ദിവസമാണ്, സൗഖ്യത്തിന്റെ ദിവസമാണ്. നിങ്ങൾ ധൈര്യമായിട്ട് ഇന്ന് ലൈവ് സിസ്റ്റർ പൂർണ്ണ സൗഖ്യത്തോടെ, ആരോഗ്യത്തോടെ ഇരിക്കുന്നത് കർത്താവ് ആ ഭവനത്തിൽ അത്ഭുതം ചെയ്തുകൊണ്ട് ജീവിക്കുന്ന സാക്ഷ്യം. ഓക്കെ, നമുക്ക് പ്രിയ ലൈവ് സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രാർത്ഥന ആവശ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ അൺമ്യൂട്ട് ചെയ്ത് പറയാം. ലൈവ് സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കും. പ്രാർത്ഥന ആവശ്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്ത് പറയാം.
ബ്രദറെ, എന്റെ കാലിന്റെ മേലെ ബൂട്ട് ഇടുന്നതിന്റെ അലർജി ഉണ്ട്. അത് മരുന്ന് കഴിച്ചതായിരുന്നു, മാറിയിട്ടില്ല. പ്രാർത്ഥിക്കണം. ബ്ലോസം ജീസസ് ബ്രദറെ, തങ്കപ്പന എന്ന് പറയുന്നൊരു അപ്പച്ചന് വേണ്ടിട്ട് പ്രാർത്ഥിക്കുന്നു. സോഡിയം കുറഞ്ഞു പോയിട്ട് തീരെ കിടപ്പാണ്, ഭക്ഷണം കഴിയുന്നില്ല, ഇല്ലാതെ കിടക്കുകയാണ്. ഒട്ടും പ്രാർത്ഥിക്കുന്നു. ഓക്കെ, ഇനി എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടോ? പ്രാർത്ഥന ആവശ്യം ജീസസ് ബ്രദറെ, അജന്യ പിന്നെ മനു എന്ന് പറയുന്ന 2 പേരുടെ ആമാശയത്തിലെ കുടലില് തൊലി പോയിട്ട് വായിലൊക്കെ പ്രശ്നമായിട്ട് അവർക്ക് അലർജി ആയിട്ടുണ്ട്. ഫുഡൊക്കെ ശരിക്കും കഴിക്കാൻ പാടില്ല. അപ്പൊ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പ്രിയപിതാവേ, എന്നെ സ്തുതിക്കുന്നപ്പ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ സന്നിധിയിൽ എന്ന് പറഞ്ഞ ഈ ഓരോ വിഷയങ്ങളിലും കർത്താവെ ഞങ്ങൾ ഒരു മനസ്സോടെ കർത്താവെ ആ കാലിൽ ബൂട്ട്സ് ഇട്ടിട്ടുണ്ടായ ആ അലർജി കർത്താവെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവെ, ആ കുഞ്ഞുങ്ങളുടെ വയറിലുള്ള ആ അസ്വസ്ഥത മൂലം ഭാരപ്പെടുന്ന അലർജി കർത്താവെ അത് നിന്റെ കരങ്ങളിൽ തരുന്നു. കർത്താവെ, ആ അപ്പച്ചന്റെ ശരീരത്തിലെ സോഡിയം കുറഞ്ഞ ആ അവസ്ഥ ഇതെല്ലാം ഏൽപ്പിക്കുന്നു. ഇതുകൂടാതെ പറയാത്ത വിഷയങ്ങളുള്ളവരുണ്ട് കർത്താവെ. നീ ഹൃദയത്തെ അറിയുന്നു. നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുമ്പോൾ ഇന്ന് ഈ രോഗങ്ങളായി ഭാരപ്പെടുന്ന ഓരോരുത്തരുടെ മേലും അടിയന്റെ മേൽ വ്യാപരിച്ച അതേ കർത്താവെ, ഇന്ന് പറയപ്പെട്ട അതേ വചനം യേശു ക്രിസ്തുവിന്റെ അടിപ്പിണരാലുള്ള സൗഖ്യം ഇന്ന് പരിപൂർണമായി കർത്താവെ പറയപ്പെട്ട 3 വ്യക്തികളുടെ മേലും ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ ജീവനായിട്ട് വ്യാപരിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ യേശുവിന്റെ അടിപ്പിണരാലുള്ള സൗഖ്യം അവരുടെ മേൽ വ്യാപരിക്കട്ടെ. പൂർണ്ണ വിടുതലാവട്ടെ. സൗഖ്യം മാത്രമല്ല, ആരോഗ്യത്തോടെ ഇനി ഒരിക്കലും ആ അലർജി കാണാതെ വണ്ണം ആ 3 വ്യക്തികളുടെ മേലുമുള്ള അലർജികൾ, ആ കുഞ്ഞുങ്ങൾ 2 കർത്താവെ, ആ സഹോദരി, ആ അലർജി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ നീങ്ങി മാറട്ടെ. പൂർണ്ണ വിടുതലാവട്ടെ കർത്താവെ. ഇന്ന് പ്രാർത്ഥനാ വിഷയങ്ങൾ എന്ത് ഭാരത്താൽ ഭാരപ്പെട്ടിരുന്നാലും ആ ഭാരങ്ങളെല്ലാം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നീങ്ങി അത്ഭുതമായി മാറട്ടെ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. താങ്ക് യു ജീസസ്. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു സിസ്റ്ററെ. നമുക്ക് ലാലു സിസ്റ്റർ വേണ്ടി പ്രാർത്ഥിക്കാം. സൈവം ബ്രദറെ. സിസ്റ്ററെ, വളരെ വളരെ അനുഗ്രഹമായിരുന്നു. സാക്ഷ്യവും ദൈവവചനവും എല്ലാം വളരെ അനുഗ്രഹമായിരുന്നു. ഞങ്ങളത് ഏറ്റെടുക്കുകയാണ്. സാക്ഷാൽ വചനമായ യേശു ആണെന്ന് ഞങ്ങളോട് കർത്താവാണ്, പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിച്ച് വയ്ക്കേണ്ട യേശുവിനോട് ഞങ്ങളത് ഹൃദയപൂർവ്വം ഏറ്റെടുക്കുന്നു. നമുക്ക് ചേർന്ന് ലാൽകൃഷ്ണന് വേണ്ടി പ്രാർത്ഥിക്കാം. പിതാവെ, ഞങ്ങൾ ചേർന്ന് കർത്താവിന്റെ തിരുസന്നിധിയിൽ കടന്നു വരികയാണ്. പരിശുദ്ധാത്മാവ് ഇന്ന് പ്രഭാതത്തിലും എന്റെ മകളിലൂടെ കർത്താവ് ഞങ്ങളോട് സംസാരിച്ചല്ലോ. തുടർന്ന് കർത്താവെ, ഇതുവരെ കേട്ടതോ കണ്ടതോ അല്ല, പ്രിയ മകളുടെ ജീവിതത്തിൽ ഇനിയും കർത്താവെ അനേകം പട്ടണങ്ങൾക്ക്, രാജ്യങ്ങൾക്ക്, ഈ ഭൂമിയിലെ സകല മനുഷ്യ മക്കൾക്ക് കർത്താവെ ഈ പ്രിയ മകൾ ഒരു അനുഗ്രഹവും അത്ഭുതവും അടയാളവുമായി തീരട്ടെ. ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിച്ച് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുകയാണ്. കർത്താവെ, വലിയ നന്മകൾ കൊണ്ട് നിറയ്ക്കണം. കർത്താവെ, ജീവിതത്തിലെ എല്ലാ മേഖലയിലും തളിർത്ത് പൂത്ത് ഫലം കായ്ക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. എന്റെ പിതാവെ, അത് ചെയ്തത് നന്ദി. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഓക്കെ സിസ്റ്ററെ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ വീഡിയോ ഒക്കെ ആയിട്ട് കണ്ടിന്യൂ ചെയ്യാണ്. സിസ്റ്റർ ടൈം ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം, എപ്പോഴെങ്കിലും ഇറങ്ങാം. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഓക്കെ, ദൈവം സോറി. Lord, you are my love. You are my love. I'm in love with you, Lord. യേശുവേ നാഥനേ, എൻ പ്രണയമേ പ്രണയമേ, ജീവനേ കാന്തനേ, നീ എൻ സ്വന്തമേ സ്വന്തമേ. യേശുവേ നാഥനേ, എൻ പ്രണയമേ പ്രണയമേ, ജീവനേ കാന്തനേ, നീ എൻ സ്വന്തമേ സ്വന്തമേ. നിന്നെ പിരിഞ്ഞൊന്നും ചെയ്യുവാൻ കഴിവില്ല എനിക്ക്, നിന്നെ പിരിഞ്ഞെങ്ങും പോകാൻ കഴിയില്ല. നിന്നെ പിരിഞ്ഞൊന്നും ചെയ്യുവാൻ കഴിവില്ല എനിക്ക്, നിന്നെ പിരിഞ്ഞെങ്ങും പോകാൻ കഴിയില്ല. എൻ ജീവശ്വാസം പോലും നിന്ദാനമല്ലോ നാഥ, എൻ ജീവശ്വാസം പോലും നിന്ദാനമല്ലോ നാഥ.
എൻ ജീവനാഥ നീ സർവമേ സർവമേ. യേശുവേ നാഥനേ എൻ പ്രണയമേ പ്രണയമേ. ജീവനേ കാന്തനേ നീ എൻ സ്വന്തമേ സ്വന്തമേ. എനിക്കായി ക്രൂശിന്മീതെ പിടയും നേരത്തും എൻ പ്രണയത്തിനാ വാഞ്ചിച്ചോനേ. എനിക്കായി കുരിശിന്മീതെ പിടയും നേരത്തും എൻ പ്രണയത്തിനാ വാഞ്ചിച്ചോനേ. ആശയോടെന്നെ വിളിച്ചു എൻ കൂട്ടിനായി കൊതിച്ചു. ആശയോടെന്നെ വിളിച്ചു എൻ കൂട്ടിനായി കൊതിച്ചു. നിത്യതയോളം ഞാൻ സ്വന്തമേ സ്വന്തമേ. യേശുവേ നാഥനേ എൻ പ്രണയമേ പ്രണയമേ. ജീവനേ കാന്തനേ നീ എൻ സ്വന്തമേ സ്വന്തമേ. യേശുവേ നാഥനേ എൻ പ്രണയമേ പ്രണയമേ. ജീവനേ കാന്തനേ നീ എൻ സ്വന്തമേ സ്വന്തമേ. I'm in love, you're my love. 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 ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. സാക്ഷ്യങ്ങളുണ്ട് പങ്കെടുക്കാമേ. സാക്ഷ്യങ്ങൾ വീട്ടിൽ പറയാം. ഇപ്പം ആ മിനിസ്ട്രിയോടനുബന്ധിച്ച് അവർക്ക് അമേരിക്കയിലേക്ക് പോകാനായിട്ട് ഒരു ഇത് വന്നിട്ടുണ്ട്. ഡോക്ടർ 10 വർഷം അവിടെ താമസം എന്ന് പറഞ്ഞു. അപ്പൊ ശരിക്കും പറഞ്ഞ അന്ന് വിളിച്ചിട്ട് ഉള്ള ആ ഒരു അവള് പറയുന്ന അവളുടെ ജീവിതത്തിൽ വലിയ ഭയങ്കര അനുഗ്രഹമാണ്. ഓരോ മാറ്റി പെട്ടെന്ന് തുറക്കുമെന്നാണ് പറഞ്ഞു. ബ്രദറിനോട് പറയണം പറഞ്ഞു. പിന്നെ കൊല്ലത്ത് വെച്ചുള്ള ഒരു മോട്ടിവേഷൻ ക്ലാസ് അന്ന് വിനോദം എടുത്തേ നടന്നത്. അപ്പൊ അങ്ങനെ മനസ്സിലായി. അപ്പൊ അവള് പറയണം ബ്രദറിനെ വിളിക്കും. ഓക്കെ, ഇനി വേറെ സാക്ഷ്യങ്ങളുണ്ടോ? ബ്രദറെ, മറ്റേ ബിജു ബ്രദറിന് വേണ്ടി നമ്മൾ ഉറങ്ങാൻ വേണ്ടി പ്രാർത്ഥിച്ച ഉറപ്പൊന്നുമില്ലായ്മയ്ക്ക് വേണ്ടി നമ്മൾ സഭയായി പ്രാർത്ഥിച്ചായിരുന്നു. ഇപ്പൊ നോർമലായിട്ട് ഉറങ്ങുന്നുണ്ട്. കർത്താവിന് നന്ദി. എല്ലാം മഹത്വന്റെ കർത്താവ് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവ് ഈ പൂത്തുളിയുന്ന സീസണിൽ ഞങ്ങളെയും കർത്താവ് വളരെ അനുഗ്രഹിച്ചു. ബ്രദറിന്റെ പെങ്ങളുടെ കുറച്ച് സ്വർണം ഞങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് എടുത്തു കൊടുക്കാൻ കർത്താവ്, ഞങ്ങൾ ഒരു 3 ലക്ഷം രൂപയുടെ സ്വർണ്ണമായിരുന്നു. അത് ഇന്നലെ എടുത്തു കൊടുക്കാൻ കർത്താവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. എല്ലാ മഹത്വം എന്റെ കർത്താവിന്. എനിക്ക് കുറച്ച് പൈസ കിട്ടാനുണ്ടായിരുന്നു ബ്രദറെ. അത് ഇപ്പൊ കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പക്ഷെ കർത്താവ് കറക്റ്റ് സമയത്ത് അത്ഭുതമാണ് കർത്താവ് ചെയ്ത അത്ഭുതത്തിനായിട്ട് സ്തോത്രം. ഇനി സാക്ഷ്യങ്ങൾ ആർക്കെങ്കിലും പങ്കുവെക്കാനുണ്ടോ? പറഞ്ഞു. എനിക്ക് സാക്ഷ്യം എന്ന് പറഞ്ഞാല്, ഞാൻ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു ജോബിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ സമയത്ത് എനിക്ക് ഡോക്യുമെന്റ്സ് ലേറ്റ് ആയത് കാരണം ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. അവർ വേറെ ആളെ അപ്പോയിന്റ് ചെയ്തു. അന്നേരം വിനോദ് ചേച്ചൻ ഇങ്ങനെ ഇത് സംസാരിച്ചപ്പോ ഇങ്ങനെ പറഞ്ഞു, മോളെ നീ അത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കർത്താവ് അത് നിനക്ക് തരുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ കർത്താവ് ചെയ്തു. എനിക്ക് 1 മാസമായിട്ട് ഒരു മൂവ്മെന്റ് ഒന്നും ഇല്ലാഞ്ഞ കാരണം ഞാൻ ഓർത്തു എനിക്ക് ആ ജോലി കിട്ടത്തില്ലായിരിക്കും. അതല്ല, കർത്താവിന് എന്നെ കുറിച്ചുള്ള പദ്ധതി എന്നോർത്ത് അത് വിട്ടതായിരുന്നു. അപ്പൊ കഴിഞ്ഞ സൺഡേയില്
ചർച്ചിലെ രതീഷേട്ടൻ മെസ്സേജ് പറഞ്ഞപ്പോ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾക്കുള്ളതല്ല എന്ന് പറഞ്ഞ് നിങ്ങൾ വിട്ട് കളഞ്ഞത് കർത്താവ് തിരികെ തരുന്ന വർഷമായതെന്ന് പറഞ്ഞു. ഞാനത് ഏറ്റെടുത്തു. ചൊവ്വാഴ്ച വൈകുന്നേരം ആയപ്പം അവിടുന്ന് ആ സാറ് വിളിച്ചിട്ട് സാറ്റർഡേ അല്ലെങ്കിൽ ഫ്രൈഡേ എപ്പോഴെങ്കിലും ഓഫീസിലേക്ക് ചെല്ലാൻ പറഞ്ഞു. ഇന്നലെ ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്കും അടുത്ത ആഴ്ചത്തേക്ക് ജോയിൻ ചെയ്യാനായിട്ടാ പറഞ്ഞേക്കുന്നത്. എല്ലാ മഹത്വം ഈശോന്. അത്ഭുതകരമായ ജോലിയുടെ സാക്ഷ്യമാണ്. ഓക്കെ, ഇനി സാക്ഷ്യങ്ങൾ ആർക്കെങ്കിലും മുഖ്വെക്കാനുണ്ടോ? ഓക്കെ, ഇന്ന് ബർത്ത്ഡേ വെഡിങ് ആനിവേഴ്സറി ഉണ്ടോ? സോറി പറഞ്ഞു. എന്റെ ബർത്ത്ഡേ ഒന്ന് പ്രാർത്ഥനയ്ക്ക് ചോദിക്കാൻ വേണ്ടിയാണ്. പിന്നെ ഒരു സാക്ഷ്യമുള്ളത് ലാലിക്കുട്ടി സഹോദരി ഇപ്പം വന്നപ്പോഴാണ് ഞാനത് ഓർത്ത. നേരത്തെ ഉള്ള ഒരു സാക്ഷിയാണ്, അത് പറഞ്ഞോട്ടെ? ഹലോ, പറഞ്ഞു സോറി പറഞ്ഞു, ചുരുക്കി പറഞ്ഞേ. 1 ഇയർ ആണെങ്കിൽ നമ്മുടെ ഈ ഓൺലൈൻ നടന്നുകൊണ്ടിരുന്ന സമയത്ത് ആ ടൈമിൽ എനിക്ക് പുറത്തൊരു വേദന വന്നു. അന്ന് ആ ടൈമില് 2 ദിവസം ഈ വേദന കാരണം ഞാൻ ഇതുപോലെ ലാലിക്കുട്ടി സഹോദരി പറഞ്ഞ പെയിനും കയ്യിലെ വേദനയും അനങ്ങാൻ പാടില്ലാണ്ട് ബെഡേ കിടക്കുമായിരുന്നു. ബെഡേ കിടക്കുന്ന സമയത്ത് തിരിയാൻ പാടില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പാടില്ല. 2 ദിവസം ഫുള്ളും കരച്ചിലായിരുന്നു. അത് കഴിഞ്ഞപ്പോ 3rd ഡേയിലാണ് നമ്മുടെ 1 വർഷമായി ഇന്നർ ചേംബറിന്റെ അന്നത്തെ ആ പ്രേയറില് നമ്മുടെ സംജിത് ബ്രദറിന്റെ വൈഫിന്റെ സാക്ഷ്യം കേട്ടു. അന്ന് തങ്കു ബ്രദർ ഇങ്ങനെ പ്രാർത്ഥിച്ചു, റൈറ്റ് നൗ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാനത് പിടിച്ചെടുത്തു. സംജിത് ബ്രദറിന്റെ വൈഫിന്റെ ഇതുപോലെ നടുവിന്റെ വേദനയായിരുന്നു ആ പറഞ്ഞത്. അന്ന് ഞാനിത് പ്രേയറിൽ പിടിച്ചെടുത്തു. അത് കഴിഞ്ഞിട്ട് അന്നേരം തന്നെ റൈറ്റ് നൗ എന്ന് പറഞ്ഞ് അന്ന് തന്നെ എനിക്ക് സൗഖ്യമായി. എനിക്കാണെങ്കിൽ തിരിയാനും അറിയാനും പറ്റില്ലാത്ത വേദനയും, കൈക്ക് ടെക്സ്റ്റ് ചെയ്യാൻ പോലും പറ്റില്ലായിരുന്നു, അതുപോലത്തെ വേദനയായിരുന്നു. എന്നിട്ട് അത് മാറി. പിന്നെ 2 ദിവസം ഈ വേദന മാറിക്കഴിഞ്ഞിട്ട് എന്റെ മനസ്സിലിങ്ങനെ പോവായിരുന്നു, ഇത് ചെറിയ വേദനയായിരുന്നു അതുകൊണ്ടാ മാറിയെന്ന്. പക്ഷെ അത് എന്റെ ബുദ്ധി ഇങ്ങനെ എനിക്ക് പറഞ്ഞു തരുമായിരുന്നു. മണ്ടം ബുദ്ധി പറഞ്ഞു തന്നു. ഞാൻ ലിസൺ ചെയ്ത് അന്നാണ് ഫ്രൈഡേ മീറ്റിംഗില് ലാലിക്കുട്ടി സൗരി അന്നത്തെ പ്രേയറിൽ പറയുവാണ്, ഇങ്ങനെ 2 വർഷമായിട്ട് കിടന്നതായിരുന്നു. അന്നേരം സൗരി പറഞ്ഞ ഫുള്ള് വേദന എനിക്കന്ന് ഉണ്ടായിരുന്നു. ഞാനത് ശരിക്കും അന്നാണ് കർത്താവ് എന്നെ കാണിച്ചു തരുന്നു, ശരിക്കും ചെറിയ കാര്യമല്ലായിരുന്നു, കർത്താവ് വലിയതിൽ നിന്നാണ് അത്രയും സഫറിങ് ഇല്ലാതെ മാറ്റി തന്നത്. നിസ്സാരം ഒറ്റ പ്രേയറും കൊണ്ട് 2 ദിവസം കൊണ്ട് മാറ്റി തന്നു. കർത്താവ് വലിയ കാര്യം. ലാലിക്കുട്ടി സൗരി എന്ന് പറഞ്ഞ ഓർത്തത്. അത്ഭുതമായിരിക്കുന്നു. കർത്താവിന് കിട്ടയപ്പോൾ തന്നെ നമുക്ക് ഇന്ന് 10 പാടി പ്രാർത്ഥിക്കുന്നു. ഇതെല്ലാം ഓക്കെ. കുഞ്ഞോത്സവയുടെ ബർത്ത്ഡേ ആണ്, നമ്മുടെ ആൻസോറിയുടെ ബർത്ത്ഡേ ആണ്. അസ്ലം ബ്രദർ ആരെ പ്രാർത്ഥിക്കുന്നത്? പ്രാർത്ഥിക്കാം. വൈകണ്ഠ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവെ, ഞങ്ങൾ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കർത്താവെ, ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന കർത്താവ് കുഞ്ഞുമോൾ സഹോദരിയും ആൻസിസ്റ്ററായി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവെ, ഇന്ന് കർത്താവിന്റെ വലിയൊരു മഹത്വം നിറയപ്പെടട്ടെ. കർത്താവെ, ഈ വർഷം മുഴുവനും കർത്താവെ മക്കൾക്ക് പൂത്തുല്ലസിംഗ് അനുഭവം ഉണ്ടാകട്ടെ. കർത്താവിന്റെ ശുശ്രൂഷയിൽ ഒരു മുമ്പോട്ട് പോകട്ടെ. 800 കോടി ജനങ്ങളെയും കർത്താവ് നേടുവാൻ കർത്താവെ ആ ഉണർവിന് മുമ്പിൽ കർത്താവ് സഹായിക്കാൻ സ്തോത്രം ചെയ്യുന്നു. ഇവര് കുടുംബമായി അനുഗ്രഹിക്കപ്പെടട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇനി നമുക്ക് ഇന്ന് പ്രാർത്ഥിക്കാൻ പോകുന്നത് ഏഷ്യൻ പൂർണ്ണത്തിന് വേണ്ടിയാണ്. സോറി, കിട്ടിയായിരുന്നോ? പടം കിട്ടിയായിരുന്നോ? കിട്ടി ബ്രദറെ, കിട്ടി. ബ്രദറെ മ്യൂട്ടാണ്. മനസ്സോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ വചനം സകല മനുഷ്യർ ഈ ഭൂമിയിലുള്ള 800 കോടി ജനത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
എല്ലാം ദൈവത്തിന്റെ മക്കളാണ്. ഞങ്ങൾ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ കർത്താവ് ഇന്ന് ഏഷ്യൻ പൂർണ്ണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഏറ്റവും വലിയ ജനസംഖ്യയുള്ള ഈ പൂർണ്ണത്തെ ഓരോ രാജ്യങ്ങളെയോട് ഭരണകർത്താക്കളെയും കർത്താവയോടുള്ള എല്ലാ കർത്താവ് എല്ലാ മേഖലയിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്വത്രമല്ല കർത്താവ് അനുഗ്രഹിക്കണമേ. കർത്താവെ ആ രാജ്യങ്ങളെ നല്ലപോലെ ഭരിക്കാനുള്ള കൃപ അവർക്ക് കൊടുക്കണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. സമ്പൽ വ്യവസ്ഥകളെ അനുഗ്രഹിക്കുന്ന എല്ലാ രാജ്യങ്ങളും സമൃദ്ധമാകട്ടെ. കർത്താവെ സ്വത്രമുള്ള സാമ്പത്തിക മേഖലകൾ, വ്യാവസായിക, കാർഷിക മേഖലകളെല്ലാം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ അവരെല്ലാം അനുഗ്രഹിക്കുന്നപ്പോൾ തന്നെ കർത്താവെ ഇവിടെയുള്ള എല്ലാ സഭകൾക്കായിട്ട് നന്ദി പറയുന്നു. ദൈവാസന്മാർക്കായി നന്ദി പറയുന്നു. ഉണർവ് ചലനങ്ങൾക്കായി നന്ദി പറയുന്നു. കർത്താവെ വിശേഷാലി കർത്താവെ 800 കോടിയുടെ ഒരു പ്രധാന ജനസംഖ്യ ഈ ഏഷ്യൻ കോളത്തിൽ വരുമ്പോൾ കർത്താവെ സ്വർഗീയത്തിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദിവാസമാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം. അതിന്റെ ഉണർവിന്റെ പ്രധാന പാത അടിയങ്ങൾ ഓരോരുത്തരെയും കർത്താവ് ഉപയോഗിക്കുന്നതിനായി സ്തോത്രം ചെയ്യും. കർത്താവ് ഏഷ്യയിൽ വലിയ ഉണർവുണ്ടാകട്ടെ. മറ്റു പൂർണ്ണങ്ങളിലേക്കും കൂടെ വ്യാപിക്കുന്ന തരത്തിൽ ഏഷ്യൻ പൂർണ്ണത്തെ കർത്താവ് കരങ്ങളെടുക്കുന്നതിനായി സ്തോത്രം. പരിശുദ്ധാത്മാവെ ഇവിടെ തങ്കച്ചവരെ മറയ്ക്കണമെന്ന് എന്ന് പ്രാർത്ഥിക്കുന്നു. അന്മള നിറയ്ക്കണം യേശു കർത്താവിന്റെ നാമത്തിൽ. ആമേൻ. ആമേൻ. 1-2 അനൗൺസ്മെന്റ് പറയാനുള്ളത്, നമ്മുടെ ഇന്ന് നമുക്ക് വൈക്കം ഡയോസിന്റെ TNT തിമോത്തിയൻസിന്റെ മീറ്റിംഗ് ആണ്. വൈക്കം റോയൽ ക്ലബിൽ വെച്ച് രാവിലെ 10 മണി മുതൽ ഉച്ചവരെയാണ്. എല്ലാ TNTസും താങ്ക് യു രവീന്ദ്ര സാറിന് ഫോട്ടോ ഇട്ടിട്ടുണ്ട്. എല്ലാ TNTസും അതുപോലെ തന്നെ യൂത്ത് പേരൻസ് അതുപോലെ ആഗ്രഹിക്കുന്ന ആർക്കും വരാം. അത്ഭുത സാക്ഷ്യങ്ങളുണ്ട്. ഈ വർഷത്തെ ആദ്യത്തെ നമ്മുടെ TNT മീറ്റിംഗ് ആണ്. എല്ലാ പ്രിയപ്പെട്ടവരും കടന്നു സ്നേഹത്തിൽ ഓർപ്പിക്കുന്നു. ഇപ്പോൾ തന്നെ 26-ാം തീയതി എറണാകുളത്ത് നടക്കുന്ന നമ്മുടെ യൂത്ത് കോൺക്ലേവിലും ഇനി രജിസ്റ്റർ ചെയ്യാനുള്ള എല്ലാ പ്രിയപ്പെട്ടവരും രജിസ്റ്റർ ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. വലിയ അനുഗ്രഹമായിരിക്കും. സ്വന്തം അതുപോലെ തന്നെ നമുക്ക് നിങ്ങളുടെ പരിചയത്തിലുള്ള കുട്ടികളെയൊക്കെ വിളിച്ചുകൊണ്ട് വരാനുള്ള അവസരമുണ്ട്. അവരെയും രജിസ്റ്റർ ചെയ്യാം. പേരൻസിന്റെ കൂടെ വരാനുള്ള അവസരമുണ്ട് എന്ന് ഓർപ്പിക്കുന്നു. വലിയൊരു അനുഗ്രഹമായിരിക്കും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. രാവിലെ അവിടെ വെച്ച് നമുക്ക് കാണാം. പാസ്റ്റേഴ്സ് ഒക്കെ അവിടെ എത്തുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് നമുക്ക് അവിടെ വെച്ച് നേരിട്ട് കാണാമെന്ന് ഓർപ്പിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. വേറെ എന്തെങ്കിലും ഓർപ്പിക്കാനുണ്ടോ? ഓക്കെ. കർത്താവ് ധാരാളത്തെല്ലാം അനുഗ്രഹിക്കട്ടെ. ആജ്ഞ പിതാവായ ദൈവത്തിന്റെ സ്നേഹം ആവശ്യത്താവിന് കുവേങ്കരണയും പരിശുദ്ധാത്മാദൈവത്തിന്റെ വാത്സല്യ സാന്നിധ്യ ശ്വാസം കൂട്ടായ്മയും നാം ഓരോരുത്തരോടും കർത്താവിൽ നമ്മളെ വഴി നടത്തുന്ന നമ്മുടെ ദിവാസന്മാരോടും കർത്താവിനോട്ടമാകുന്ന സമാധാനത്തോടും ഇസ്രായേൽ സൈന്യത്തോടും സകല രാജ്യങ്ങളോടും പ്രത്യേകിച്ച് നമ്മുടെ രാജ്യമാതിരിയോടും കൂടി എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. യേശു കർത്താവ് വാഗ്ദാനം ചെയ്യുന്ന പിതാവിനെ നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവ് ബീങ് ആൻ ഇന്ത്യൻ നാഷണൽ ഐ ഹാവ് റൈറ്റ്സ് എന്ന് പറഞ്ഞതുപോലെ തന്നെ ദൈവരാജ്യത്തിലായിരിക്കുന്ന ഒരാൾക്ക് റൈറ്റ്സ് ഉണ്ട്, പ്രിവിലേജസ് ഉണ്ട്. അതുകൊണ്ടാണ് യേശു ക്രിസ്തു താൻ പറഞ്ഞത്, മുന്നമേ അവന്റെ രാജ്യവും അല്ലെങ്കിൽ അവന്റെ രാജ്യത്തെക്കുറിച്ച് അവന്റെ നീതിയും നിങ്ങൾ മനസ്സിലാക്കിയാൽ ഇതൊക്കെ നിങ്ങളോട് ചേർക്കപ്പെടും. ഇതൊക്കെയും എന്ന് പറയുമ്പോൾ ഈ ലോകത്തിൽ ആവശ്യമുള്ളത് മുഴുവൻ നിങ്ങളോട് ചേർക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കും. എല്ലാം ചേർക്കപ്പെടും. രാവിലെ നമുക്ക് അവിടെ TNT മീറ്റിങ്ങിന് കാണാം. വലിയ കർത്താവ് ചെയ്യും. ഒരു പക്ഷേ ആ മീറ്റിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവെ ഞങ്ങൾ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം. ഇന്നത്തെ മീറ്റിങ്ങിന് മുഴുവൻ കർത്തൃത്വം പരിശുദ്ധാത്മാവേ യേശു കർത്താവ് കരങ്ങളിലേക്ക് സമർപ്പിക്കാൻ കുഞ്ഞുങ്ങളെല്ലാം കർത്താവ് കൂട്ടി വരുത്തണമേ. വലിയ ദൈവമഹത്വത്താൽ നിറങ്ങപ്പോൾ തന്നെ കർത്താവ് ഞങ്ങളുടെ മഹത്വത്തോടെ പുതിയ നിൽക്കുന്നതിനായി സ്തോത്രം. കർത്താവെ വലിയ അഭിഷേകത്താൽ നിറയ്ക്കണം. ഓരോരുത്തർക്കും വലിയ എൻകൗണ്ടേഴ്സ് ഉണ്ടാകട്ടെ എന്നിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവിനെ വെച്ചിരിക്കാൻ സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ. ആമേൻ. ഓക്കെ.